നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 238 238. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 12-ാം അധ്യായം. അതിൽ ശ്ലോകം 29. തം അധർമ്മേ കൃതം അതിം വിലോക്യ പിതരം സുതാ മരീചിമുഖ്യ മുനയോ വിശ്രംഭാൽ പ്രത്യബോധയൻ. അധർമ്മത്തിൽ വയ്ക്കപ്പെട്ട മനസ്സോടുകൂടി, അതായത് കൃതമതി എന്ന് പറയും. അധർമ്മത്തിൽ വയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയ പിതാവിനെ പുത്രന്മാരും മരീചി മുഖ്യന്മാരുമായ മുനിമാർ കണ്ടിട്ട് വിശ്വാസം നിമിത്തം അറിയിപ്പിച്ചു. അതിൻ്റെ ഒരു വാക്കാർത്ഥം വരുന്നുണ്ട്. പുത്രീ സംഭോഗരൂപമായ അധർമ്മത്തിൽ, ഇത് ആരുടെ കാര്യമാണ് പറഞ്ഞത്? ബ്രഹ്മാവ് ഒരു സ്ത്രീ രൂപത്തെ ഉണ്ടാക്കി അതിൽ കാമം തോന്നിയെന്നാണ്. അപ്പോൾ തൻ്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അത് മകളുടെ ഇതായിട്ടാണ് വരിക. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു? അതിൽ വളരെ വ്യത്യാസമുണ്ട്. ആ ശരീരം ബ്രഹ്മാവ് ത്യജിച്ചു, പിന്നെ വേറൊരു രൂപം എടുത്തു. ഇതിൻ്റെ ഇൻട്രിക്കസീസ് സാധാരണക്കാരന് അറിയില്ല. അപ്പോൾ തൻ്റെ മക്കളാൽ വിരോധിക്കപ്പെട്ട ആ ശരീരം കളഞ്ഞു, എന്നിട്ട് പുതു ശരീരം എടുത്തു എന്നാ. അപ്പോൾ ആ ഇതില്ലാണ്ടേ തെറ്റല്ലാതെ ഉണ്ടായി എന്നർത്ഥം. അപ്പോൾ ഇയാൾക്ക് ശരിക്കും 5 തല ഉണ്ടായിരുന്നു അത്രേ. അപ്പോൾ രുദ്രൻ ഒരു തല നുള്ളിക്കളഞ്ഞു എന്നാ, തുളസിയുടെ കതിര് നുള്ളുന്ന കൂട്ടത്തിൽ. അപ്പോൾ ചതുർമുഖനായിട്ട് മാറി. അപ്പോൾ പുത്രീ സംഭോഗരൂപമായ അധർമ്മത്തിൽ പ്രവർത്തിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന പിതാവിനെ കണ്ടപ്പോൾ പുത്രന്മാരായ മരീചി മുതലായ മുനിമാർ പുത്രന്മാരായ ഞങ്ങളുടെ വാക്കിനെ സ്വീകരിക്കൂ എന്നുള്ള വിശ്വാസം നിമിത്തം ഇങ്ങനെ അറിയിച്ചു. അടുത്ത ശ്ലോകം 30. നൈതൽ പൂർവൈ കൃതം ത്വദ്യേ ന കരിഷ്യന്തി ച അപരേ യത്തത്വം ദുഹിതരം ഗശ്ചേർ അനുഗൃഹ്യാംഗജം പ്രഭു. സർവസമർത്ഥനായ അങ്ങ് മന്മഥവികാരത്തെ അടക്കാതെ കണ്ട് പുത്രിയെ പ്രാപിക്കുക എന്ന ഈ കർമ്മം അങ്ങയേക്കാൾ യാതൊരുത്തർ പൂർവികർ ആ പൂർവന്മാരാൽ ചെയ്യപ്പെട്ടിട്ടില്ല. ഇതുവരെ ഇങ്ങനൊരു കർമ്മം ദോഷം ചെയ്തിട്ടില്ല, മേലിൽ ഉണ്ടാകുന്നവർ ചെയ്യുകയുമില്ല. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ പറഞ്ഞു, ബ്രഹ്മാവിനോട് ബോധിപ്പിച്ച പ്രകാരത്തെ വിവരിക്കുന്നു. ഹേ പ്രഭോ, പുത്രീ സംഭോഗത്തിനായി പ്രേരിപ്പിക്കുന്ന മന്മഥവികാരത്തെ അടക്കാതെ കണ്ട് അതിനായി ഒരുങ്ങുന്നതായ ഈ അധർമ്മകർമ്മം അങ്ങയുടെ മുമ്പുണ്ടായ ബ്രഹ്മദേവന്മാർ ചെയ്തിട്ടില്ല. കാരണം ഈ ഓരോ മനുക്കളുടെ സമയത്തും ബ്രഹ്മാവ് മാറുന്ന മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ അങ്ങയുടെ മുമ്പുണ്ടായ ബ്രഹ്മദേവന്മാർ ചെയ്തിട്ടില്ല, ഇനിമേൽ ഉണ്ടാകുന്നവർ ചെയ്യുകയുമില്ല. എന്നാൽ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് മലയാളികളിൽ, നിങ്ങൾ എത്ര ആൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല, അങ്ങ് സംവേറിൻ തെക്കൻ കേരളത്തിൽ 13 വയസ്സായിട്ട അനിയൻ 16 വയസ്സായ സഹോദരിക്ക് പ്രഗ്നൻസി സമ്മാനിച്ചു എന്നാണ് കഥ. ആ കുട്ടിപ്പോൾ ഈ ചൈൽഡ് കെയർ ജയിലിലാണ് പയ്യൻ. ആലോചിച്ച് നോക്കൂ. അപ്പോൾ
ബ്രഹ്മാവ് അന്ന് ചെയ്ത തെറ്റ് തിരുത്തി. പക്ഷേ ഇന്ന് നമ്മുടെ ഇപ്പോൾ എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ എൻ്റെ മക്കളുടെ മക്കൾ പേരക്കുട്ടികളാണ് ഇപ്പോൾ ഇങ്ങനത്തെ തെറ്റ് ചെയ്യണത് വെച്ചാൽ എനിക്ക് എങ്ങനെ ഉണ്ടാവും? സഹിക്കാൻ പറ്റുമോ? അപ്പോൾ സമൂഹത്തിൻ്റെ അപച്യുതി കാരണം രാമായണം, ഭാഗവതം മുതലായിട്ടുള്ള എന്താണ് പറയുക, സനാതനധർമ്മത്തിൻ്റെ ഗരിമയെ വിളിച്ചോതുന്ന ശാസ്ത്രീയ ഗ്രന്ഥങ്ങൾ വായിക്കാതെ കണ്ടിരിക്കുക. സ്ത്രീ പുരുഷ ഭേദമില്ലാണ്ട് ഭോഗവസ്തുക്കളാണെന്ന് തെറ്റിദ്ധരിക്കുക. പിന്നെ അച്ഛനമ്മമാർ സമ്പാദിച്ചു കൊണ്ടുവരുന്ന കാശിൻ്റെ വില അറിയാതെ കണ്ട് ധാരാളം നോൺ വെജിറ്റേറിയനും മുട്ടയും പാലും നെയ്യും ഒക്കെ കഴിച്ചിട്ട് പിന്നെ പ്രായത്തിനെ വെല്ലുന്ന ശരീരപുഷ്ടി ഉണ്ടാവുമ്പോഴാണ് ഈ അധപ്പത സഞ്ചാരം എന്ന് പറയും അത് വരുന്നത്. പണ്ടുള്ളവർ ഈ ഏകാദശി നോൽമ്പൊക്കെ വെച്ചത് എന്തരശുണ്ടോ? ശരീരം ഒരു പരിധിക്ക് അപ്പുറം പുഷ്ടി പ്രാപിക്കാൻ പാടില്ല എന്നാ സംഗതി. യാദേവി സർവഭൂതേഷു പുഷ്ടിരൂപേണ സംസ്ഥിത നമസ്തസ്സേ 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 നമോ നമ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആഹാരത്തിൽ നിന്നാണ് ദുൽമുണ്ടാവണമെന്ന് പറയും. ദുൽമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ശരീരത്തിന് പവർ, അത് പാടില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു 31ാമത്തെ ശ്ലോകത്തിലേക്ക് പോണു. തേജീയസാം അഭിഹ്യേതന്ന ശുശ്ലോക്യം ജഗദ്ഗുരോ യത് വൃത്തം അനുതിഷ്ഠൻ വൈ ലോകക്ഷേമായ കൽപ്പതേ. അതായത് ലോകത്തിൻ്റെ ഉപദേഷ്ടാവ് ആര്? ബ്രഹ്മാവ് ലോകത്തിൻ്റെ ഉപദേഷ്ടാവാണ്. പിന്നെ മഹാ തേജസ്വികളായ നിങ്ങൾക്കും ഇത് സൽകീർത്തികരമല്ല. യാതൊരുത്തരുടെ പ്രവൃത്തിയെ അനുസരിക്കുന്ന ലോകം ക്ഷേമത്തിനായി കൊണ്ട് കൽപ്പിക്കുന്നു. അതായത് ബുദ്ധിയുടെ പ്രാവീണ്യമുള്ള ആൾക്കാർ സമൂഹത്തിൽ ഉന്നതരായിട്ട് മറ്റുള്ള സമൂഹക്കാരെ നേരായ വഴിക്ക് നയിക്കേണ്ട ആൾക്കാർ തെറ്റ് ചെയ്താലത്തെ സ്ഥിതി എന്താണ്? അപ്പോൾ പറഞ്ഞു, ഹേ ലോകഗുരു, ലോകത്തിൽ സദാചാരം നിലനിർത്തേണ്ടവരായ നിങ്ങളുടെ ഈ പ്രവൃത്തിയെ ലോകം അനുസരിച്ചു തുടങ്ങിയാൽ അവർക്ക് ക്ഷേമം സംഭവിക്കില്ല. അപ്പോൾ മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി നമ്മൾ രാവും പകലും ഇല്ലാതെ കണ്ട് പ്രവർത്തിക്കണം എന്നാണ് അനുശാസനം. നമ്മുടെ യോഗക്ഷേമത്തിന് വേണ്ടിയിട്ടല്ല, അത് മമതയാണ്. നമ്മൾ മമതയില്ലാണ്ട് മറ്റുള്ളവരുടെ വെൽബീയിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ കാരണഭൂതന്മാരാവണം. അപ്പോൾ നിങ്ങളാകട്ടെ അതിതേജസ്വികളായതിനാൽ ഈ കർമ്മം നിങ്ങളെ അധപ്പതിക്കുകയില്ലെന്ന് വന്നാലും അതിതേജസ്വികൾക്ക് തെറ്റുകൾ ബാധകമല്ല എന്നാ. അതാണ് ഇവിടെ. നിങ്ങളാകട്ടെ അതിതേജസ്വികളായതിനാൽ ഈ കർമ്മം നിങ്ങളെ അധപ്പതിപ്പിക്കുകയില്ലെന്ന് വന്നാലും സൽകീർത്തികരമല്ല നിശ്ചയം, ദുഷ്കീർത്തിജനകമാണെന്ന് സാരം. 32 തസ്മൈ നമോ ഭഗവതേ യയിദം സേനരോജിഷാ ആത്മസ്ഥം വ്യഞ്ജയാമാസ സധർമ്മം പാതുമർഹതി. എന്താണ് വാക്കാർത്ഥം പറയുന്നത്? സ്വകീയ ജ്ഞാനത്താൽ സ്വന്തം അറിവ് കൊണ്ട് ആത്മാവിലിരിക്കുന്ന ഇതിനെ യാതൊരുവൻ പ്രകാശിപ്പിച്ചുവോ ആ ഭഗവാനായി കൊണ്ട് നമസ്കാരം. അദ്ദേഹം ധർമ്മത്തെ രക്ഷിപ്പാനായി കൊണ്ട് അർഹനാകുന്നു. ആര്? ബ്രഹ്മചൈതന്യം ധർമ്മത്തെ രക്ഷിപ്പാനായി കൊണ്ട് അർഹനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവിനേക്കാൾ പവർ ആർക്കുണ്ട്? എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്ന ബ്രഹ്മസ്വരൂപത്തിന്, ജ്ഞാനസ്വരൂപത്തിന് കഴിവുണ്ട്. ജ്ഞാനം അറിവ് സ്വരൂപമായിട്ടുള്ളവെന്ന അർത്ഥം പറയാം. ഇത്രയും പറഞ്ഞിട്ടും ആ അധർമ്മത്തിൽ നിന്ന് നിവർത്തനാകാതെ ഇരിക്കുന്നതിനെ കണ്ടിട്ട് സർവന്തര്യാമിയായ ശ്രീനാരായണനെ പ്രാർത്ഥിച്ച് നമസ്കരിക്കുന്നു. ഏതൊരു ഭഗവാൻ തന്നിൽ ലയിച്ചിരിക്കുന്നതും നാമരൂപാദി വിഭാഗമില്ലാതെ ഏകാകാരമായിരിക്കുന്നതുമായ ഈ വിശ്വത്തെ
സ്വജ്ഞാനസങ്കല്പത്താൽ ഈ കാണപ്പെടുന്ന വിധത്തിൽ നാമരൂപാത്മകമായിട്ട് വിഭജിച്ച് പ്രകാശിച്ചുവോ സർവന്തര്യാമിയായ ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അധർമ്മത്തിൽ നിന്ന് ഇദ്ദേഹത്തെ സംരക്ഷിച്ച് ലോകത്തിൽ ധർമ്മത്തെ ആ ഭഗവാൻ തന്നെ നിലനിർത്തണം എന്ന് പറഞ്ഞു. 33 സയിത്തം ഗൃണത പുത്രാൻ പുരോ ദൃഷ്ട്വാ പ്രജാപതീൻ പ്രജാപതിപതിസ്തന്നും തത്യാജ വ്രീഡിതസ്തദാ താം ദിശോ ജഗൃഹുർഘോരാം നീഹാരം യദ്വിധുസ്തമാ. ഇങ്ങനെ പറയുന്ന പുത്രന്മാരായ പ്രജാപതികളെ മുമ്പിൽ കണ്ടിട്ട് ലജ്ജിച്ച ബ്രഹ്മാവ് ശരീരത്തെ ഉപേക്ഷിച്ചു. ഞാൻ പറഞ്ഞില്ലേ, വായിച്ച ഓർമ്മയുണ്ട് എനിക്ക്. ശരീരത്തെ ഉപേക്ഷിച്ചു. ഭയങ്കരമായ അതിനെ ദിക്കുകൾ ഗ്രഹിച്ചു. ദിക്കുകൾ യാതൊന്നിനെ അന്ധകാരമായിരിക്കുന്ന മഞ്ഞായിട്ട് അറിയുന്നു. അന്ധകാരം, കോളമഞ്ഞ്, മഞ്ഞ് എന്ന് പറഞ്ഞത് എന്താ? ബ്രഹ്മാവിൻ്റെ തിരസ്കരിച്ച ശരീരമാണ് എന്നാണ് പറഞ്ഞത്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന പുത്രന്മാരെ, മരീചി മുതലായ പുത്രന്മാരെ മുമ്പിൽ കണ്ടപ്പോൾ ലജ്ജിച്ച ബ്രഹ്മദേവൻ ആ ശരീരത്തെ ഉപേക്ഷിച്ചു. ദിക്കുകൾ അതിനെ ഗ്രഹിച്ചു. ദിക്കുകളിൽ അന്ധകാര സ്വരൂപമായി കാണപ്പെടുന്ന മഞ്ഞ് ബ്രഹ്മാവിൻ്റെ ആ ദേഹമാണെന്ന് പറയുന്നു. പക്ഷെ സൂര്യൻ ഉദിച്ചാലോ മഞ്ഞ് ഇല്ലാതെ ഉണ്ടായി. ശരീരം ഉപേക്ഷിപ്പാനും മറ്റൊന്ന് എടുക്കുവാനും ബ്രഹ്മാവിൻ്റെ സങ്കല്പം മാത്രം മതി എന്ന് ധരിക്കണം. പക്ഷേ നമ്മൾക്ക് അതേമാതിരിയുള്ള ചമത്കാരങ്ങൾ ഇല്ലാത്തത് കാരണം ഏതൊരു സാഹചര്യത്തിലും അത്തരം വഷളത്തരം നമ്മൾ ചെയ്യരുത് എന്ന് നമ്മൾക്ക് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കാൻ സാധിക്കണം. ഞാൻ തെറ്റ് ചെയ്യില്ല, ആര് എന്നെ പ്രകോപിച്ചാലും ഞാൻ തെറ്റ് ചെയ്യില്ല എന്നൊരു ധാരണ നമുക്കുണ്ടായാൽ മതി. 34 കഥാചിധ്യായത സ്രഷ്ടുർവേദ ആസം ചതുർമുഖാത് കഥം സ്രക്ഷ്യാമ്യഹം ലോകാൻ സമവേദാന്യഥാ പുരാ. ഒന്നായി ചേർന്നിരിക്കുന്ന ലോകങ്ങളെ പണ്ടത്തെ പോലെ എങ്ങനെ ഞാൻ സൃഷ്ടിക്കുമെന്ന് ഒരിക്കൽ ആലോചിക്കുന്ന സൃഷ്ടാവിൻ്റെ 4 മുഖത്തിൽ നിന്ന് വേദങ്ങൾ ഉണ്ടായി. 4 മുഖത്തിൽ നിന്ന് ആണ് വേദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പൂർവദേഹത്തെ ഉപേക്ഷിച്ച ഉടനെ അന്യദേഹത്തെ സ്വീകരിച്ച ബ്രഹ്മദേവൻ ഏകാകാരമായിരിക്കുന്ന ലോകങ്ങളെ മുമ്പത്തെ പോലെ ഭിന്നാകാരങ്ങളായിട്ട് സൃഷ്ടിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ 4 മുഖത്തിൽ നിന്ന് 4 വേദങ്ങൾ ഉണ്ടായി. അതാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. 35 ചാതുർഹോത്രം കർമ്മതന്ത്രം ഉപവേദനയൈ സഹ ധർമ്മസ്യ പാദാശ്ചത്വാരസ്തദൈവാശ്രമവൃത്തയാം. ഈ അപ്രകാരം തന്നെ ഉപവേദനയങ്ങളോടുകൂടെ ഉപവേദനയങ്ങളോടുകൂടെ ആ വാക്ക് ഉപവേദനയങ്ങളോടുകൂടെ 4 വിധക്കാരായ ഹോതാക്കളുടെ പ്രവൃത്തി, യജ്ഞാദി വിസ്താരം, ധർമ്മത്തിൻ്റെ 4 പാദങ്ങൾ, 4 ആശ്രമവൃത്തികൾ ഉണ്ടായി എന്ന് പറയണം. ഇനി അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് മീനിങ്: ഹോതാവ്, ഉദ്ഗാതാവ്, അദ്ധര്യു, ബ്രഹ്മ എന്നു പേരുള്ള 4 വിധക്കാർ. ഹോമം ചെയ്യുന്നവർ, മന്ത്രം ചെല്ലുന്നവർ, അദ്ധര്യു ബ്രഹ്മം. അദ്ധര്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീഫ് എന്നു പേരുള്ള 4 വിധക്കാർ നടത്തേണ്ടതായ കർമ്മവും അതിൻ്റെ സ്വരൂപഭൂതങ്ങളായിരിക്കുന്ന യാഗാദി കർമ്മങ്ങളും ആയുർവേദം മുതലായ ഉപവേദങ്ങളും
ഈ ആയുർവേദം എന്നുള്ളതിനെ ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതായത് ആയുസ്സിനെ പിടിച്ചു നിർത്തുന്ന അറിവ് എന്നല്ല അത്. പിന്നെയോ ആയുസ്സുള്ള കാലം ആരോഗ്യപരമായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങളാണ്. എന്താണ് വ്യത്യാസം? മുറി ഉണ്ടായി ഉണങ്ങാൻ എന്നല്ല ആയുർവേദം, മുറി ആവാണ്ട് നോക്കാനാണ് ആയുർവേദം. അസുഖം വരാതെയിരിക്കാൻ, ക്യൂറിങ് ഈസ് ബെറ്റർ ദാൻ എന്താണ് പറയുക, പിന്നെ അല്ല അങ്ങനെയല്ല, ചികിത്സിക്കുക എന്നുള്ളതിനേക്കാൾ അസുഖം വരാതെകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഓരോരുത്തരുടെ ആയുസ് അവരവർ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ്. ചിലവർക്ക് ദീർഘായുസ്സാവും, ചിലവർക്ക് ഷോർട്ട് പീരീഡേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ആയുർവേദത്തിനെ കുറ്റം പറയരുത്. മനസ്സിലായില്ലേ? അതായത് ആയുർവേദവും അലോപ്പതിയും കൂട്ടിയുള്ള വ്യത്യാസം എന്താ? ആയുർവേദത്തിൽ പണ്ട് പഥ്യം ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ലേ ചോദിച്ചാൽ കൺസെഷൻസ് ഉണ്ട്. കാരണം എന്താ? വൈദ്യർക്കല്ലല്ലോ കുഴപ്പം. ആർക്കാ കുഴപ്പം? പേഷ്യൻസിനാണ് കുഴപ്പം. പല അസുഖങ്ങൾക്കും മരുന്ന് പ്രതിഫലിക്കണമെന്നുണ്ടെങ്കിൽ ആഹാരത്തിൽ ചില നിയന്ത്രണങ്ങൾ വേണം, അല്ലെങ്കിൽ എന്ത് മരുന്ന് കഴിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ആയുർവേദം മുതലായ ഉപവേദങ്ങളും നീതിശാസ്ത്രം, പുരാണം, ന്യായം, മീമാംസ, ധർമ്മശാസ്ത്രം എന്നിവയും സത്യം, തപസ്, ദയ, ദാനം എന്നു പേരുള്ള ധർമ്മപാദങ്ങളും ബ്രഹ്മചര്യാദികളായ 4 ആശ്രമങ്ങളും ബ്രഹ്മാവിൻ്റെ 4 മുഖത്തിൽ നിന്ന് ഉണ്ടായി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് എന്ന് വേണമെങ്കിൽ പറയാം. വിദുര ഉവാചാം 36 സവൈ വിശ്വസൃജാം ഈശോ വേദാദീൻ മുഖതോ അസൃജത് യദ്യദ്യേനാസൃജദ്ദേവ തന്മേ ബ്രൂഹി തബോധനാം. അതായത് പ്രജാപതികളായ കശ്യപാദികളുടെയും ഈശ്വരനായ അവൻ ബ്രഹ്മദേവൻ വേദം മുതലായവയെ മുഖത്തിൽ നിന്ന് സൃഷ്ടിച്ചുവല്ലോ. ദേവൻ യാതൊരു വേദത്തെ യാതൊരു മുഖത്താൽ സൃഷ്ടിച്ചുവെന്ന് താപസോത്തമ എന്നോട് പറഞ്ഞാലും. അപ്പോൾ വിതുരർ മൈത്രേയനോട് എന്താ പറഞ്ഞത്? ഹേ തപോധന, മരീചിയാദി പ്രജാപതികളുടെയും ഈശ്വരനായ ബ്രഹ്മദേവൻ മുഖത്തിൽ നിന്ന് വേദാദികളെ സൃഷ്ടിച്ചുവെന്ന് പറഞ്ഞുവല്ലോ. ഏതേത് മുഖത്തിൽ നിന്ന് ഏതേതുണ്ടായി എന്നതിനെ എനിക്ക് കേൾപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പം മൈത്രേയർ അതിനെ മറുപടി പറയാണ് 37-ാമത്തെ ശ്ലോകം. ഋഗ് യജു സാമ അഥർവാക്യാൻ വേദാൻ പൂർവാദിഭിർമുഖേ ശസ്ത്രമിജ്യാം സ്തുതിസ്തോമം പ്രായച്ചിത്തം വ്യഥാൽ ക്രമാത്. ഋക്ക്, യജുസ്, സാമം, അഥർവം എന്ന ആഖ്യകളോടുകൂടിയ വേദങ്ങളെയും ശാസ്ത്രത്തെയും ഇജ്ജയെയും സ്തുതിസ്തോമത്തെയും പ്രായച്ചിത്തത്തെയും ക്രമത്തിൽ പൂർവാധിമുഖങ്ങൾ കൊണ്ട് കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് എന്ന രീതിയിൽ പ്രദക്ഷിണമായിട്ടാണ്, ക്ലോക്ക് വൈസായിട്ടാണ് വരിക. പറഞ്ഞ നിമിഷമുണ്ടോ? പ്രായച്ചിത്തത്തെയും ക്രമത്തിൽ പൂർവാദിമുഖങ്ങൾ കൊണ്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞു മൈത്രേയൻ. അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയാണ്. പൂർവ, ദക്ഷിണ, പശ്ചിമ, ഉത്തര ഭാഗങ്ങളിലുള്ള മുഖങ്ങളിൽ നിന്ന് ക്രമത്തിൽ ഋഗ്, യജുസ്, സാമം, അഥർവം എന്നീ 4 വേദങ്ങളും ശാസ്ത്രം, ഇജ്യ, സ്തുതിസ്തോമം, പ്രായച്ചിത്തം എന്ന 4 വിധ കർമ്മങ്ങളും ഉണ്ടായി. പുറമേ പ്രകാശിപ്പിക്കാതെ ഉള്ളടക്കി മന്ത്രം ജപിച്ചുകൊണ്ട് നടത്തുന്ന കർമ്മം ശസ്ത്രം. ശസ്ത്രധാരി, പുറത്തേക്ക് കേൾക്കില്ല, ശസ്ത്രം. പിന്നെ അധര്യു നടത്തുന്നതായ കർമ്മം ഇജ്യ. ഉദ്ഗാതാവ് നടത്തുന്ന കർമ്മം സ്തുതിസ്തോമം. ബ്രഹ്മാവിനാൽ നടത്തപ്പെടുന്നതായ കർമ്മം പ്രായച്ചിത്തം. ഇങ്ങനെയാണ് അതിനെ വിന്യസിച്ചിട്ടുള്ളത്.
38 ആയുർവേദം ധനുർവേദം ഗാന്ധർവം വേദം ആത്മനാ സ്ഥാപത്യം ച സൃജത് വേദം ക്രമാൽ പൂർവാദിഭിർമുഖൈ. തൻ്റെ അതായത് ബ്രഹ്മാവിൻ്റെ പൂർവാദിമുഖങ്ങൾ കൊണ്ട് ക്രമത്തിൽ ആയുർവേദത്തെയും ധനുർവേദത്തെയും സംഗീതശാസ്ത്രത്തെയും ശില്പശാസ്ത്രത്തെയും സൃഷ്ടിച്ചു. അതായത് കിഴക്ക് നോക്കി നിൽക്കുന്ന മുഖം കൊണ്ടാണ് എന്തുണ്ടായത്, ആയുർവേദം. പിന്നെ പടിഞ്ഞാറ് ഉള്ളത് ധനുർവേദം. പിന്നെ സംഗീതം കിഴക്ക് ആയുർവേദം, പിന്നെ തെക്ക് ധനുർവേദം, പടിഞ്ഞാറ് സംഗീതശാസ്ത്രം, ശില്പശാസ്ത്രം വടക്ക് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. ആയുർവേദമെന്ന് പറയപ്പെടുന്ന വൈദ്യശാസ്ത്രവും ധനുർവേദമെന്ന് പറയപ്പെടുന്ന യുദ്ധശാസ്ത്രവും ഗന്ധർവ വേദമെന്നുകൂടി പേരുള്ള സംഗീതശാസ്ത്രവും സ്ഥാപതി എന്ന് പറഞ്ഞാൽ ശില്പി എന്നർത്ഥം എന്നു പേരായ തച്ചുശാസ്ത്രവും ബ്രഹ്മാവിൻ്റെ പൂർവാദിമുഖങ്ങളിൽ നിന്ന് ക്രമത്തിൽ ഉണ്ടായി. 39 ഇതിഹാസ പുരാണാനി പഞ്ചമം വേദമീശ്വര സർവേഭ്യ ഏവ വക്രേഭ്യ സസൃജേ സർവദർശനാം. എല്ലാവരിലും ദർശനത്തോടു കൂടിയ ഈശ്വരൻ, എല്ലാവരിലും ദൃക്കായിട്ടിരിക്കുന്ന ഈശ്വരൻ എല്ലാ മുഖങ്ങളിൽ നിന്നും അഞ്ചാമത്തെ വേദമായ ഇതിഹാസം പുരാണം എന്നിവയെ സൃഷ്ടിച്ചു. എല്ലാം അറിഞ്ഞിരിക്കുന്ന ഈശ്വരൻ 4 വേദസാരാംശങ്ങളും അടങ്ങിയിരിക്കുന്നതിനാൽ അഞ്ചാമത്തെ വേദമെന്ന് പറവാൻ യോഗ്യതയുള്ള ഇതിഹാസ പുരാണങ്ങളെ എല്ലാ മുഖങ്ങളിൽ നിന്നും സൃഷ്ടിച്ചു. അപ്പോൾ അത് ഇറ്റ് ഈസ് നോട്ട് സബ്സ്റ്റാൻഡേർഡ് ടു വേദം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സബ്സ്റ്റാൻഡേർഡ് അല്ല. എല്ലാവർക്കും അതിൽ അധികാരമുണ്ടെന്ന് സൂചിപ്പിച്ചു. അതായത് ഈ വേദങ്ങളെ പോലെയല്ല, പുരാണങ്ങളും ഇതിഹാസങ്ങളും ഈക്വൽ ടു വേദാസാണ്. അത് ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസം ഇല്ലാണ്ട് എല്ലാവർക്കും പഠിക്കാം. പറഞ്ഞ മനസ്സിലായില്ലേ? 40 ഷോഡശുക്തോ പൂർവവക്ത്രാത് പുരീഷ്യാഗ്നിഷ്ടുതാവധ ആപ്തോര്യാമതിരാത്രോ ച വാജപേയം സഗോസവം. ഷോഡശിയും ഉക്തവും കിഴക്കേ ഭാഗത്തുള്ള മുഖത്തിൽ നിന്നും പുരുഷിയും അഗ്നിഷ്ടുത്തും ആപ്തോര്യാമവും അതിരാത്രവും പിന്നെ ഗോസവത്തോടുകൂടിയ വാജപേയവും പറഞ്ഞിട്ട് നിർത്തി. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, കാരണം ക്രിയകൾ മുഴുവനായിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ നിർത്തുന്നത്. ഷോഡശി ഉക്തം എന്ന കർമ്മങ്ങൾ പൂർവമുഖത്തിൽ നിന്നും പുരുഷി അഗ്നിഷ്ടുത്ത് എന്നീ കർമ്മങ്ങൾ ദക്ഷിണമുഖത്തിൽ നിന്നും ആപ്തോര്യാമം അതിരാത്രം എന്ന കർമ്മങ്ങൾ പശ്ചിമമുഖത്തിൽ നിന്നും വാജപേയം ഗോസവം എന്ന കർമ്മങ്ങൾ ഉത്തരമുഖത്തിൽ നിന്നും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. 41 വിദ്യാദാനം തപസ്സത്യം ധർമ്മസ്യ ഇതി പദാനി ച ആശ്രമാംശ യഥാ സംഖ്യം അസൃജൽ സഹവൃത്തിഭി. വേദാദികൾ കൊടുക്കൽ, തപസ്, യഥാർത്ഥ ഭാഷണം, സത്യം എന്നുള്ളതിന് യഥാർത്ഥ ഭാഷണം, ഇതി എന്ന ധർമ്മപാദങ്ങളെയും വൃത്തികളോടുകൂടെ കൂടെയുള്ള ആശ്രമങ്ങളെയും പൂർവാദിമുഖ സംഖ്യ അനുസരിച്ച് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം പറയണു. വിദ്യാദാനമല്ല, വിദ്യ എന്ന് പറഞ്ഞാൽ പഠിപ്പ്, ദാനം കൊടുക്കൽ, തപസ്, സത്യം എന്നു പേർ പറയപ്പെടുന്ന 4 ധർമ്മപാദങ്ങളും ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം എന്ന 4 ആശ്രമങ്ങളും അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്.
അവയുടെ വൃത്തികളും പൂർവാദിമുഖങ്ങളിൽ നിന്ന് ക്രമത്തിൽ സൃഷ്ടിച്ചു. തപസ്, സത്യം, ദയ, ശൗചം എന്നാണ് ധർമ്മത്തിൻ്റെ 4 പാദങ്ങൾ പ്രഥമസ്കന്ധത്തിൽ പേർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ വിദ്യ എന്നും ദാനം എന്നും കാണപ്പെടുന്നതിനാൽ അന്യോന്യ വിരുദ്ധങ്ങളാണെന്ന് ശങ്കിക്കരുത്. ശൗചം എന്നത് ഈശ്വര തത്വജ്ഞാനത്തിൽ നിന്ന് ജനിക്കുന്ന അന്ധകരണ വിശുദ്ധിയാകുന്നു. വെറുതെ ചന്തി കഴുകുക, അല്ലെങ്കിൽ മൂത്രമൊഴിച്ചതിൻ്റെ ശേഷം ശൗചം ചെയ്യുക, അല്ലെങ്കിൽ ശരീരശുദ്ധി അല്ല വിചാരിച്ചത്. ശൗചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിനെ ക്ലീൻ ചെയ്യുക, മനോമാലിന്യങ്ങളെ പുറത്താക്കുക എന്നാണ് ശൗചം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. രോഗി കുളിച്ചോളണമെന്നില്ല, രോഗിക്ക് മനഃശുദ്ധി ഉണ്ടായാൽ മതി. സ്ത്രീക്കും പുരുഷനും ഒക്കെ മനഃശുദ്ധിയാണ് ആവശ്യം. അപ്പോൾ ശൗചം എന്നത് ഈശ്വര തത്വജ്ഞാനത്തിൽ നിന്ന് ജനിക്കുന്ന അന്ധകരണ വിശുദ്ധിയാകുന്നു. ഇത് മറക്കരുത്. അത് വിദ്യയുടെ കാര്യമാകയാൽ ശൗചത്തിൻ്റെ സ്ഥാനത്തിൽ വിദ്യയെ പറഞ്ഞു. ഭൂതങ്ങളുടെ പേരിലുള്ള ദയനിമിത്തമാണ് ദാനമുണ്ടാകുന്നത്. അതായത് ഇല്ലാത്തവന് ഉള്ളവൻ കൊടുക്കണം. അതൊരു ലോക നിയമമാണ്. അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണത് അക്ഷന്തവ്യമായ പാപമാണ്. ഒരു കൂട്ടി വയ്ക്കരുത്, സ്വയം സ്വത്ത് സൂക്ഷിച്ചു വയ്ക്കരുത്. അതിനാൽ ദയയുടെ സ്ഥാനത്തിൽ ദാനത്തെയും പറഞ്ഞു. അതിൽ ദോഷമില്ലെന്ന് അറിഞ്ഞുകൊള്ളണം. അവിടെ നിർത്താം, കുറച്ച് സമയപരിധിയുണ്ട്. അതുകൊണ്ട് ഒരു 4 മിനിറ്റ് നേരത്തെ നിർത്തുകയാണ്. മനസ്സിലായില്ലേ? ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.